നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവ നേതാവിനെതിരെ ചാനലിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ നടി റിനി ആൻഡ് ജോർജ്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പിന്നാലെ നടി റിനി നേരിട്ടത്. നമുക്കറിയാം എത്രത്തോളം വെളിപ്പെടുത്തലുകളാണ് റിനി നടത്തിയതെന്നതും അത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയത്, അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റായി ആ വിഷയം മാറിയതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും അതിനുശേഷം റിനി എത്തുന്നിടത്തെല്ലാം ചില ഓൺലൈൻ മാധ്യമങ്ങൾ എത്തുന്നുണ്ട്, റിനിയോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിനിയോട് ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, അതിന് റിനി നൽകിയ മറുപടികൾ, അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. റിനി ആൻഡ് ജോർജ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നുവോ എന്ന ചോദ്യം ഓൺലൈൻ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ റിനിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ജയിച്ചാൽ ഇലക്ഷന് നിൽക്കണമെന്ന് തനിക്ക് താല്പര്യമുണ്ട്, താൻ ജയിച്ചാൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാകും, പക്ഷെ ജനങ്ങൾക്ക് തന്നോട് താല്പര്യമുണ്ടോ എന്നറിയില്ല, രാഷ്ട്രീയക്കാരോട് തനിക്ക് പരിചയമുണ്ട്, പാർട്ടി നിർബന്ധിച്ചാൽ താൻ മത്സരിക്കും. അത് വളരെ തമാശയായിട്ടാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പാർട്ടി നിർബന്ധിക്കണം എങ്കിൽ താൻ ഉറപ്പായിട്ട് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്, മത്സരിച്ച് ജയിച്ചാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി താൻ പ്രവർത്തിക്കും, മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടി മെൻസ് അസോസിയേഷൻ അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ താൻ സ്വീകരിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് റിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്രകാരമായിരുന്നു: മോളൂസെ ചക്കരെ നീ സുന്ദരിയാണ് എന്ന മെസ്സേജുകളൊന്നും ഇപ്പോൾ വരാറില്ല, അതിൽ തനിക്ക് സങ്കടമുണ്ട്. ബുദ്ധിമുട്ടുകളുള്ള മെസ്സേജുകളോട് താൻ പ്രതികരിക്കും, ബുദ്ധിമുട്ടുകളില്ലാത്ത മെസ്സേജ് വന്നാൽ പ്രതികരിക്കും. ഇപ്പോൾ തന്നെ ഫോണിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോലും കാര്യം പറഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു ഫോൺ വെക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും റിനി പ്രതികരിച്ചിരിക്കുന്നു. നമ്മളെപ്പോലെ സത്യം പറയുന്നവരെ ആർക്കും വേണ്ട എന്നും റിനി പ്രതികരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മറുപടിയാണ് റിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLക്കെതിരെ വന്ന കേസ് അത് അന്വേഷിക്കാൻ ഇറങ്ങിയ ക്രൈംബ്രാഞ്ച് തോറ്റ് പിന്മാറുന്നു എന്ന സൂചനയാണ് കിട്ടുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ചിലരെ ഈ ഒരു ക്രൈംബ്രാഞ്ച് സമീപിക്കുന്നു, അവരോട് ചോദിക്കുന്നു, പക്ഷെ അവർക്കാർക്കും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതോടെയാണ് ചുവടുമാറ്റം. ഈ സാഹചര്യത്തിൽ MLക്കെതിരെ മൊഴി നൽകിയ യുവ നടി റിനി ആൻഡ് ജോർജിനെ ലൈംഗിക അപവാദ കേസിൽ സാക്ഷിയാക്കാൻ ഉള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. റിനിയുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങാൻ ക്രൈംബ്രാഞ്ച് ഉന്നതർ ശ്രമം നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല. തുടർന്നാണ് റിനിയെ സാക്ഷിയാക്കുക എന്ന തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണം മാത്രമാണ് യുവനടി ഉന്നയിച്ചിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത്. മറിച്ചൊരു പരാതിയിലേക്ക് നടി പോയിട്ടില്ല. തെളിവായി ചില സ്ക്രീൻഷോട്ടുകളും കൈമാറിയിട്ടുണ്ട്. അതേസമയം തനിക്ക് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് റിനി ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കി. തുടർന്ന് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുമായി ചർച്ച നടത്തിയ സംഘം അവരുടെ ഉപദേശപ്രകാരം നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നടി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല, അതിനാലാണ് സാക്ഷിയാക്കിയാൽ മതി എന്ന ഉപദേശം നിയമവിദഗ്ധരിൽ നിന്നും കിട്ടിയത്. എറണാകുളത്തായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയത്. ഉദ്യോഗസ്ഥരോട് രാഹുലിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുകയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് സർക്കാർ അഭിഭാഷകർ നൽകിയത്. എന്നാൽ രാഹുലിനെതിരെ കേസെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നും അതിനുള്ള സമ്മർദ്ദം തങ്ങൾക്കുണ്ട് എന്ന കാര്യം ഉദ്യോഗസ്ഥർ സർക്കാർ അഭിഭാഷകരോട് വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടെയാണ് രാഹുൽ വിഷയം വന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയം സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. പാർട്ടി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും സർക്കാർ നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന പുതിയ അടവ് നയം, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ചിരിക്കുന്ന നയം. രാഹുൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തിയപ്പോൾ CPM അംഗങ്ങൾ നിശബ്ദത പാലിച്ചത് ഇതിനോടനുബന്ധിച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിന് കിട്ടുന്ന വമ്പിച്ച ജനപ്രീതി CPMനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ രാഹുലിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ചില ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. യുവതലമുറ രാഹുലിനൊപ്പമാണ് എന്ന വിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ MLക്കെതിരെ നിയമപരമായ നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന ഒരു തരത്തിലാണ് കാര്യങ്ങൾ. ഉന്നത പാർട്ടി നേതൃത്വം പ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിനെ പേരിന് മാത്രമാണ് SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് തടഞ്ഞത്. അതായത് നിയമസഭയിൽ എത്തുന്ന രാഹുലിനെ വലിയ രീതിയിൽ തടയും, അതൊരു കയ്യാങ്കളിയിലേക്ക് അല്ലെങ്കിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും. അത് നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതിഷേധമായിരിക്കാം ഉണ്ടാകുക എന്ന് കരുതിയിരുന്നു. പക്ഷേ ചെറിയ രീതിയിലൊരു പ്രതിഷേധം മാത്രമേ SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അയവാണ് ഈ ഒരു രാഹുൽ വിഷയത്തിൽ ഒരു അയവ്
ഭരണപക്ഷ സംഘടനകളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തടയാൻ വന്ന ഒരു പ്രവർത്തകൻ ഇതൊരു മാതൃകാ തടയൽ മാത്രമാണെന്നും രാഹുലിനോട് പറയുകയുണ്ടായി. തനിക്കെതിരായ നീക്കങ്ങളിൽ രാഹുലിന് ഭയമില്ല, ഏറി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് രാഹുലിന് നന്നായി അറിയാം, നല്ല ബോധ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതുവരെ പ്രതിഷേധം പോകും, തനിക്കെതിരെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള നടപടികൾ ഏതറ്റം വരെ പോകും എന്ന കാര്യത്തിൽ രാഹുലിന് വ്യക്തമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്കെതിരെ ലൈംഗിക അപവാദ കേസിൽ FIR ഇടുകയാണെങ്കിൽ അത് റദ്ദാക്കാൻ രാഹുൽ കേരള ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എറണാകുളത്തെ പ്രമുഖരായ അഭിഭാഷകരും ഇക്കാര്യത്തിൽ രാഹുൽ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്താൽ എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കുക, അങ്ങനെ നീക്കം വന്നാൽ FIR റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കും. തനിക്കെതിരായ അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിൽ CPM ആണെന്ന ഒരു സൂചന, അത്തരത്തിലൊരു സൂചന രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ചില പാർട്ടി നേതാക്കൾ രാഹുൽ വിഷയത്തിൽ കടുംപിടുത്തം വേണ്ടെന്ന നിലപാട് അയവിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കത്തിൽ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാരും രാഹുലിനെ കൈവിടുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പിന്നീട് രാഹുലിനെ ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, തുടക്കത്തിലൊക്കെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർത്തിയിരുന്ന നേതാക്കളൊക്കെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. രാഹുൽ വിഷയം വീണ് കിട്ടിയ ആയുധമായാണ് ചില CPM നേതാക്കൾ കരുതുന്നത്. എന്നാൽ CPM ഉന്നതർക്ക് പോലും ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമില്ല, സമരങ്ങളൊന്നും അവർ ശക്തമാക്കുന്നില്ല. എന്നാൽ ഈ വിഷയം ഏതുവരെ പോകും, ഇതിന്മേൽ ഏതുവരെ പ്രതിഷേധിക്കാനാകും എന്ന കാര്യത്തിലൊക്കെ ഇരു കൂട്ടർക്കും ബോധ്യമുണ്ട്. നിയമസഭയിൽ ഹാജരായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തുന്നത് തടയുക എന്ന ഒരു നീക്കം ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. CPM-ഉം BJP-യും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിൽ എത്താനാണ് രാഹുലിന്റെ പ്ലാൻ. അത് ഏത് രീതിയിലാണ്, അവിടെ രാഹുൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിഷേധം എന്നതാണ് ഇനി വീക്ഷിക്കുന്നത്. രാഹുൽ മണ്ഡലത്തിൽ എത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി K. രാജൻ പങ്കെടുത്ത റവന്യൂ അസംബ്ലിയിൽ മണ്ഡലത്തിന്റെ ആവശ്യങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു. നേരത്തെ ഫണ്ട് നീക്കിവെച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പൗരൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഉദ്ദേശമെങ്കിൽ ഇന്നുവരെ കാണാത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് DYFI-യുടെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അവരുടെ ഒരു പ്രതിഷേധം എന്നതും കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യം തന്നെയാണ്. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടുകാരുടെ ജനപ്രതിനിധിയായി കെട്ടിവച്ചിരിക്കുകയാണെന്നും MLA ഓഫീസിൽ പ്രവേശിച്ചാൽ ആ സമയത്ത് പ്രതിഷേധം എന്തെന്ന് കാണിച്ചു കൊടുക്കുമെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചുള്ള സമരമല്ല, ഇതുവരെ കാണാത്ത ജനകീയ പ്രതിഷേധമായിരിക്കും ഉയരുക എന്നും DYFI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഏത് രീതിയിലാണ് പ്രതിഷേധങ്ങൾ പോകുന്നതെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.